ഖാറൂൻ. BC 13-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിൽപ്പെട്ട ഒരു ധനാഢ്യൻ ജീവിച്ചിരുന്നു. ഖൈറോയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെ ഹസർ ഖാറൂൻ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഖുർആൻ പറയുന്നു, അധ്യായം 28 ഖസസ് സൂക്തം 76, തീർച്ചയായും ഹാറൂൻ മൂസായുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. എന്നിട്ടും അവൻ അവരോട് അതിക്രമം കാണിച്ചു. ശക്തരായ ഒരു സംഘത്തിന് പോലും വഹിക്കാൻ കഴിയാത്ത ഭാരമായിരിക്കത്തക്കവണ്ണം നിക്ഷേപങ്ങൾ നാം അവന് നൽകുകയും ചെയ്തു. അവന്റെ ജനങ്ങൾ അവനോട് പറഞ്ഞു, നീ അത്യധികം ആഹ്ലാദിക്കരുത്. അമിതമായി ആഹ്ലാദിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുകയില്ല. ഇത് ഖാറൂന്റെ കിണർ, ബുഹൈറത്ത് ഖാറൂൻ അഥവാ ഖാറൂൻ തടാകം എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ഈ തടാകത്തിലെ മത്സ്യബന്ധനവും ചുറ്റുമുള്ള കൃഷിയും അവനെ കോടീശ്വരനും അഹങ്കാരിയുമാക്കി. തന്റെ സമ്പൽ സമൃദ്ധി സ്വന്തം അറിവ് കൊണ്ട് നേടിയതാണെന്നും ദൈവത്തോട് തനിക്ക് കടപ്പാടില്ലെന്നും ധിക്കാരപൂർവം അവൻ പ്രഖ്യാപിച്ചു. പ്രതിഫല നാളിനെ അവൻ നിഷേധിച്ചു തള്ളി. മാത്രമല്ല, അവൻ ഗുണ്ടായിസത്തിന് ഒരുങ്ങുകയും മൂസാ നബിക്കെതിരിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. തന്റെ പ്രൗഢി ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിക്കാൻ അവൻ ഒരു പ്രകടനം നടത്തി. ഭൗതിക ലോകം പരീക്ഷണത്തിനുള്ള താൽക്കാലിക ലോകം മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് അവന്റെ പ്രൗഢിയിൽ യാതൊരു അസൂയയോ പരിഭവമോ അസംതൃപ്തിയോ അനുഭവപ്പെട്ടില്ല. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനരായ ആളുകൾ അതുപോലെ തങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പരിഭവിച്ചു. അധികം താമസിച്ചില്ല, അവനെയും അവന്റെ വീടിനെയും അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഈ സ്ഥാനത്ത് നിസ്സഹായനായി ഭൂമിയിലേക്ക് താഴ്ന്നുപോയ അവനെയും പരിവാരങ്ങളെയും രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. വഞ്ചനയിലൂടെയും അല്ലാതെയും പണം സമ്പാദിച്ച് നാട്ടിൽ ഗുണ്ടായിസം നടത്തുന്നവർ ഓർക്കുക, അന്ന് ഖാറൂനെ ആഴ്ത്തിക്കളഞ്ഞ അള്ളാഹുവിന് നിങ്ങളെയും നിഷ്പ്രയാസം നശിപ്പിക്കാൻ സാധിക്കും. കൂടാതെ പരലോകത്തിലെ നരകശിക്ഷ എന്തുമാത്രം കഠിനകഠോരവുമാണ്. വിനീതരാവുക, നന്മയിലേക്ക് മടങ്ങുക, അള്ളാഹുവോട് നന്ദി കാണിക്കുക. ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം. ഫലസ്തീനിൽ ജീവിച്ചിരുന്ന ദാവൂദ് നബിയുടെ പുത്രൻ സുലൈമാൻ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ പിതാവിന് ശേഷം രാജാവായി അധികാരമേറ്റു. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ നിരവധി അമാനുഷിക സിദ്ധികളിൽ ഒന്നായിരുന്നു പക്ഷികളുമായി സംസാരിക്കാനുള്ള കഴിവ്. യമനിലെ മഅ്രിബിനടുത്ത് താമസിച്ചിരുന്ന സബഅ് ഗോത്രക്കാർ അവരുടെ രാജ്ഞിയായ ബൽഖീസിന്റെ നേതൃത്വത്തിൽ സൂര്യനെ ആരാധിക്കുന്നതായി താൻ കണ്ടുവെന്ന് മരംകൊത്തി പക്ഷി സുലൈമാൻ നബിയോട് പറഞ്ഞു. ബൽഖീസിന്റെ സൂര്യക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണിത്. തുബ്ബഅ രാജവംശത്തിൽപ്പെട്ടവളായിരുന്നു രാജ്ഞി. സൃഷ്ടിപൂജ ഒഴിവാക്കണമെന്നും പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ സർവേശ്വരനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആ ദൈവത്തിന്റെ കൽപ്പനക്ക് കീഴടങ്ങി സത്യവിശ്വാസിയാകണമെന്നും ദൈവീക നാമത്തിൽ തുടങ്ങുന്ന കത്തിൽ സുലൈമാൻ അലൈഹിസ്സലാം അവരോട് ആവശ്യപ്പെട്ടു. ആ കത്ത് യമനിലെത്തിച്ചതും അതേ പക്ഷി തന്നെയായിരുന്നു. സൃഷ്ടിപൂജകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂരിരുട്ടിൽ നിന്ന് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നുവന്ന ക്യൂൻ ഷേബ എന്ന ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് യമനിലെ സബയിൽ നിങ്ങൾ കാണുന്നത്. രാജ്ഞി യമനിൽ നിന്ന് 2200 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ജെറൂസലമിൽ സുലൈമാൻ നബിയുടെ അടുക്കലെത്തി. അതിനു മുമ്പ് തന്നെ രാജ്ഞിയുടെ കൊട്ടാരത്തിനുള്ളിലെ സിംഹാസനം അമാനുഷികതയിലൂടെ യമനിൽ നിന്ന് ജെറൂസലമിലെത്തിച്ചിരുന്നു. ജെറൂസലമിലെത്തിയ രാജ്ഞി പ്രഖ്യാപിച്ചു,
അധ്യായം 27 നംൽ സൂക്തം 44. قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. എന്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ സംഭവം നടന്നത് BC 10-ാം നൂറ്റാണ്ടിലാണ്. മസ്ജിദുൽ അഖ്സ. മക്കയിലെ മസ്ജിദുൽ ഹറാം ഖിബലയാക്കുന്നതിന് മുൻപ് ഫലസ്തീനിലെ ജെറൂസലമിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞായിരുന്നു മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്നത്. മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് സുലൈമാൻ നബി നിർമ്മിച്ച ഈ മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇവിടെ എത്തിച്ച ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണം അഥവാ മിഅ്റാജ് സംഭവിച്ചത്. അതേ സ്ഥാനത്ത് പിന്നീട് ഉമവി ഖലീഫ അബ്ദുൽ മലിക് പുതുക്കി പണിതതുമായ സൗധമാണ് ഈ ഖുബ്ബത്തുസ് സ്വഖ്റ അഥവാ ഡോം ഓഫ് ദി റോക്ക്. യൂനുസ് അലൈഹിസ്സലാം ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നീനവ അഥവാ മൂസുൽ. ഈ ടൈഗ്രീസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നീനവായിലെ പ്രവാചകനായിരുന്നു യൂനുസ് നബി. അദ്ദേഹത്തിന്റെ പ്രബോധനവും ഉപദേശവും ഈ നാട്ടുകാർ വകവെക്കാതായപ്പോൾ അവരുടെ മേൽ കോപിച്ചുകൊണ്ട് ഈ നീനവായിൽ നിന്ന് അദ്ദേഹം കപ്പലിൽ നാടുവിട്ടു. അപകടാവസ്ഥയിൽ കപ്പലിൽ നിന്ന് ഭാരം കുറക്കാൻ ചിലരെ പുറത്തെറിയേണ്ടി വന്നു. അതിനുവേണ്ടി നറുക്കിട്ടപ്പോൾ കിട്ടിയത് യൂനുസ് നബിയുടെ പേരായിരുന്നു. കടലിൽ എറിയപ്പെട്ട അദ്ദേഹത്തെ ഭീമാകാരമായ ഒരു മത്സ്യം വിഴുങ്ങി. അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്നതിന് മുൻപ് നാടുവിട്ട അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചു. രക്ഷിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. മത്സ്യം അദ്ദേഹത്തെ വായിലൂടെ കരയിലേക്ക് പുറന്തള്ളി. 100,000-ൽ പരം ജനസംഖ്യയുള്ള തന്റെ ജനങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹം മടങ്ങിയെത്തി. ദൈവിക സന്ദേശം അംഗീകരിച്ച ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ധിക്കാരികളായിരുന്ന യൂനുസ് നബിയുടെ ജനതക്ക് ശിക്ഷയെക്കുറിച്ച് അള്ളാഹു താക്കീത് നൽകിയിരുന്നുവെങ്കിലും അവർ പശ്ചാത്തപിച്ചു മടങ്ങിയതിനാൽ ശിക്ഷ ഇറക്കാതെ രക്ഷിച്ചു എന്ന് അധ്യായം 10 സൂക്തം 98 അള്ളാഹു പറയുന്നുണ്ട്. മൂസുലിലെ ഈ പള്ളിക്ക് സമീപമാണ് യൂനുസ് നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ദുൽഖർനൈനി. അധ്യായം 18 അൽ കഹ്ഫ് 83 മുതൽ 99 വരെയുള്ള സൂക്തങ്ങൾ ദുൽഖർനൈനി എന്ന മഹാന്റെ ചരിത്രം വിവരിക്കുന്നു. യൂറോപ്യൻ രാഷ്ട്രമായ സോവിയറ്റ് ജോർജിയയുടെ തലസ്ഥാനമായ തിബിലിസി പട്ടണമാണ് ഇത്. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ദുൽഖർനൈനിയുടെ ജനത ജീവിച്ച പ്രദേശങ്ങളാണ് ഇവ. നൂഹ് നബിയുടെ മകനായ യാഫിസിന്റെ സന്തതികളാണ് യഅ്ജൂജ് മഅ്ജൂജ് വംശക്കാർ. യഅ്ജൂജിന്റെ വംശം താർത്താരികൾ എന്നും മഅ്ജൂജിന്റെ വംശം മംഗോളിയർ എന്നും അറിയപ്പെട്ടു. തെബിലീസിയിൽ നിന്ന് കൊക്കേഷ്യൻ പർവ്വതനിരയിലെ ദാരിയാൽ മലയിടുക്കിലേക്കുള്ള റോഡിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ദാരിയാലിനപ്പുറത്ത് ജീവിച്ചിരുന്ന യഅ്ജൂജ് മഅ്ജൂജിലെ അപരിഷ്കൃതരും ക്രൂരന്മാരുമായ ഗോത്രവർഗക്കാർ ദാരിയാൽ മലയിടുക്കിലൂടെ വന്ന് കാക്കസസിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ കൊള്ള നടത്താറുണ്ടായിരുന്നു. ഇക്കാര്യമാണ് തെബിലിസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പ്രൊഫസർ ഡോക്ടർ ഡെൻഡുവി ഡുണ്ടുവ പറയുന്നത്. Yes, there are some passes, but the most important pass was this pass, because most aggressive tribes were living beyond this pass. അവരുടെ കൊള്ളയിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അക്കാലത്ത്
ഈ ജോർജിയൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകൾ അവരുടെ രാജാവായ ദുൽഖർനൈനിയോട് ആവശ്യപ്പെട്ടു. സൈറസ് എന്ന പേർഷ്യൻ ചക്രവർത്തിയാണ് ദുൽഖർനൈനി എന്നതാണ് പ്രബലമായ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു, അധ്യായം 18 അൽ കഹ്ഫ്, സൂക്തം 96. آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا എനിക്ക് നിങ്ങൾ ഇരുമ്പ് കട്ടികൾ കൊണ്ടുവരൂ. അങ്ങനെ ആ പർവ്വത പാർശ്വങ്ങളുടെ ഇടസമമാക്കി തീർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തീ കൊണ്ട് ഊതുവിൻ. അത് ചുട്ടുപഴുത്ത് തീ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെമ്പ് ദ്രാവകം കൊണ്ടുവരൂ, ഞാൻ അതിന്മേൽ ഉരുക്കി ഒഴിക്കാം. ദുൽഖർനൈനി കെട്ടിയ മതിൽ തബ്ലീസിയിൽ നിന്ന് റഷ്യൻ സംസ്ഥാനമായ ഒസറ്റിയയിലേക്കുള്ള ഈ റോഡിൽ ദാരിയാൽ മലയിടുക്കിലായിരുന്നുവെന്നതാണ് പ്രമുഖ വ്യാഖ്യാനം. ആ മതിൽ ഭദ്രമായിരുന്നതിനാൽ യഅ്ജൂജ് മഅ്ജൂജിന്റെ കൊള്ളയിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടു. ലോഹമതിൽ നിർമ്മിക്കാനുള്ള തന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ജനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയ ദുൽഖർനൈനിയുടെ നാമം ദൈവിക ഗ്രന്ഥത്തിലൂടെ അന്ത്യനാൾ വരെ അള്ളാഹു നിലനിർത്തി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വിജ്ഞാനം നേടിയവർ ദുൽഖർനൈനിയുടെ മാതൃക പിന്തുടരുക. സമൂഹത്തിന്റെ പുരോഗതിക്കായി വിജ്ഞാനം ഉപയോഗിക്കുക. ഇരുലോകത്തിലും നേട്ടം കൈവരിക്കുക. ഈസ അലൈഹിസ്സലാം അഥവാ യേശുക്രിസ്തു ബത്ലഹേം ദൈവദൂതനായ ഈസ അലൈഹിസ്സലാം അഥവാ യേശുക്രിസ്തു ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്നത് ഇവിടെയാണ്. അദ്ദേഹത്തെ ദൈവം പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗം ഖുർആൻ ഇങ്ങനെ വിവരിക്കുന്നു. അധ്യായം 5 മായിദ 116-117 വചനങ്ങളിൽ വിവരിക്കുന്നു. മറിയമിന്റെ മകനായ യേശു, ദൈവത്തിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ! എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അത് അറിയുമായിരുന്നു. എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ നീ അറിയും. നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുകയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. നീ എന്നോട് കൽപ്പിച്ച കാര്യം, അഥവാ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം, അതുമാത്രമേ ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു. പിന്നീട് നീ എന്നെ പൂർണ്ണമായും ഏറ്റെടുത്തപ്പോൾ നീ തന്നെയായിരുന്നു അവരുടെ മേൽ നിരീക്ഷിച്ചിരുന്നവൻ. മഅരിബ് അണക്കെട്ട് യമന്റെ തലസ്ഥാനമായ സ്വൻആയിൽ നിന്ന് 200 കിലോമീറ്ററോളം അകലെയാണ് മഅരിബ്. അവിടെ ജീവിച്ചിരുന്ന സബഅ് ഗോത്രത്തെ ഭരിച്ച ബൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയിൽ വിശ്വസിക്കുകയും ജെറൂസലമിലേക്ക് പോവുകയും ചെയ്തിരുന്നു. സബഅ് ഗോത്രം അക്കാലത്ത് ജീവിച്ചിരുന്ന വീടുകളാണിത്. അവർക്ക് അല്ലാഹു വമ്പിച്ച അനുഗ്രഹങ്ങൾ നൽകി. അധ്യായം 34 സബഅ് 15-ാം സൂക്തത്തിൽ അക്കാര്യം വിശദമാക്കുന്നുണ്ട്. സമൃദ്ധമായ 2 കൃഷിത്തോട്ടങ്ങൾ, സുഖകരമായ ജീവിതം. നന്ദി കാണിക്കുന്നതിന് പകരം സമ്പൽ സമൃദ്ധിയിൽ മതിമറന്ന് നിഷേധികളും നന്ദികെട്ടവരുമായി വിഹരിച്ച സബഅ് ഗോത്രക്കാരുടെ കൃഷിസ്ഥലങ്ങൾ ഇവിടെയായിരുന്നു.
അവർ ജലസേചനത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്ന അണക്കെട്ട് പൊട്ടിത്തകർന്നു. ശക്തമായ വെള്ളപ്പാച്ചിലിൽ ഫലസമൃദ്ധമായ തോട്ടങ്ങൾ അള്ളാഹു നശിപ്പിച്ചു. അധ്യായം 34 സബഅ് 16 സൂക്തത്തിൽ പറഞ്ഞ ആ സംഭവം നടന്നത് ബൽക്കീസ് രാജ്ഞിയുടെ കാലത്തിന് 1100 വർഷങ്ങൾക്കു ശേഷം AD 120 ആയിരുന്നു. പൊട്ടിത്തകർന്ന ആ ഡാമിന്റെ അവശിഷ്ടമാണിത്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി കാണിക്കുക. ഗുഹാവാസികൾ. ഖുർആനിൽ അധ്യായം 18 അൽ കഹ്ഫ് 9 മുതൽ 26 വരെയുള്ള സൂക്തങ്ങളിൽ വിശദമായി പരാമർശിച്ച ഗുഹയിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. AD 98 മുതൽ 117 വരെ റോമാ സാമ്രാജ്യം ഭരിച്ച ട്രാജൻ എന്ന ക്രിസ്ത്യൻ ചക്രവർത്തി ജനങ്ങളെ ബിംബാരാധനക്ക് നിർബന്ധിച്ചു. അതിന് വിസമ്മതിക്കുന്നവരെ വധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏകദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നും യേശുവിൻ്റെതുൾപ്പെടെയുള്ള യാതൊരു ബിംബങ്ങളെയോ സൃഷ്ടികളെയോ ആരാധിക്കുകയില്ലെന്നും പ്രഖ്യാപിച്ച സത്യവിശ്വാസികളായ 6 യുവാക്കൾ രാജാവിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടുകയായിരുന്നു. വഴിയിൽ അവരെ കണ്ട ആട്ടിടയനായ മറ്റൊരു യുവാവ് ഏകദൈവ വിശ്വാസത്തിൽ ആകൃഷ്ടനായി അവരോടൊപ്പം ചേർന്നു. 7 യുവാക്കളും പുതുതായി ചേർന്ന യുവാവിന്റെ നായയും കൂടി ജോർഡാൻ തലസ്ഥാനമായ അമ്മാൻ പട്ടണത്തിന് സമീപം റഖീമിൽ ഒരു കുന്നിൻ ചെരുവിൽ ഈ ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ കാര്യം നേരായ വിധത്തിൽ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് സൗകര്യം നൽകുകയും ചെയ്യണമേ. അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകി ഗാഠമായ ഉറക്കത്തിലാഴ്ത്തി. 300 വർഷം തുടർച്ചയായി ഉറങ്ങിക്കിടന്ന യുവാക്കൾ പിന്നീട് ഉണർന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമേ തങ്ങൾ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച യുവാക്കൾ ആരുമറിയാതെ ഭക്ഷണം വാങ്ങാൻ ഒരാളെ മാർക്കറ്റിലേക്ക് വിട്ടു. 3 നൂറ്റാണ്ട് മുമ്പ് നിലവിലുണ്ടായിരുന്ന നാണയങ്ങളുമായി വന്ന യുവാവിനെപ്പറ്റി സംശയം തോന്നിയപ്പോൾ അദ്ദേഹം ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. 3 നൂറ്റാണ്ട് മുമ്പ് ഗുഹയിൽ അഭയം പ്രാപിച്ച സത്യവിശ്വാസികളായ യുവാക്കൾ ദൈവിക കൽപ്പന പ്രകാരം ഉണർന്നെഴുന്നേറ്റ് വന്നുവെന്ന് മനസ്സിലാക്കിയ ഗവർണർ യുവാവിനെ അന്നത്തെ ബൈസന്റൈൻ ചക്രവർത്തിയായ തിയോഡോഷ്യസ് രണ്ടാമന്റെ മുമ്പിൽ ഹാജരാക്കി. AD 408 മുതൽ 450 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. യുവാവിന്റെ കൂടെ ഗുഹയിലേക്ക് തിരഞ്ഞു വന്ന ഗവർണറും ചക്രവർത്തിയും ജനങ്ങളും യുവാക്കളെ ആദരിച്ചു. ദൈവിക ശക്തി കണ്ട് ജനങ്ങൾ അമ്പരന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാൾ സത്യമാണെന്നതിന് ഒരു സാമ്പിൾ കാണിക്കുകയായിരുന്നു അല്ലാഹു. വീണ്ടും ഗുഹയിൽ ഗാഠനിദ്രയിലേക്ക് ആഴ്ത്തപ്പെട്ട യുവാക്കൾ പിന്നീട് മരണപ്പെട്ടു. അവരുടെ മൃതദേഹങ്ങൾ ഗുഹക്കകത്തെ വെവ്വേറെ ഖബറുകളിൽ വെച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒരു ഖബറിലേക്ക് മാറ്റിവെക്കപ്പെട്ടു. ഇപ്പോഴും ആ എല്ലുകൾ ഖബറിനകത്ത് കാണാം. വിവരണം നൽകുന്നത് ഗുഹയുടെ കാവൽക്കാരൻ മുഹമ്മദ് യൂസുഫുൽ അർഖൂബ്. القرآن فليذهب يمسحوا بعد 309 سنين. قال قائل منهم كم لبثتم؟ قالوا لبثنا يوما أو بعض يوم. قالوا ربكم أعلم بما لبثتم فابعثوا أحدكم. ഗുഹയിലേക്ക് വെളിച്ചവും വായുവും കടക്കുന്ന ദ്വാരം. അവരുടെ നായയുടെ തലയോടും താടിയെല്ലും. പുറത്തുനിന്ന് ഗുഹയിലേക്ക് വായുവും വെളിച്ചവും കടക്കുന്ന ദ്വാരം. ഗുഹയ്ക്ക് മുകളിലെ തൂണുകൾ അവരെ ബഹുമാനിച്ചിരുന്ന റോമൻ വിശ്വാസികൾ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഉമവിയ ഖലീഫ അബ്ദുൽ മലിക് നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളാണ് പാർശ്വഭാഗത്ത് കാണുന്ന കരിങ്കല്ലുകൾ. ഏറ്റവും അവസാനം ഗുഹാമുഖത്തെ മണ്ണ് മാറ്റിയത് 1963 റഫീഖ് വഫ അദ്ദീജാനി എന്ന ഗവേഷകന്റെ നേതൃത്വത്തിലാണ്. അബ്രഹത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ക്രിസ്താബ്ദം 571 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം. അബ്സീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്ന രാജാവ് യമനിൽ ഇപ്പോഴത്തെ ഓൾഡ് സൻആ മാർക്കറ്റിന് സമീപം അർഖദുൽ ഖലീസിൽ മക്കയിലെ കഅബക്കെതിരായി ഒരു ദേവാലയം പണിതു. ആ വ്യാജ കഅബ ഈ സ്ഥാനത്തായിരുന്നു പണിതിരുന്നത്. മക്കയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട അബ്രഹത്ത് ദൈവിക ഭവനമായ കഅബ പൊളിച്ചു നീക്കാൻ ആനയുടെ അകമ്പടിയോടെ ഒരു സൈന്യവുമായി മക്കയിലേക്ക് മുസ്ലിം ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായ ദൈവിക ഭവനം ദൈവം സംരക്ഷിച്ചു. സൈന്യം മുസ്ദലിഫയുടെയും മിനായുടെയും ഇടക്കുള്ള വാദി മുഅസ്സിറിൽ എത്തിയപ്പോൾ അല്ലാഹു അവരെ നശിപ്പിച്ചു. ഇതാണ് ആ സ്ഥലം. അധ്യായം 105 അൽ ഫീൽ. ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ? ചുട്ടുപഴിപ്പിച്ച കല്ലുകൾ, അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. അങ്ങനെ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമക്ക് 40 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ ഈ ജബലന്നൂറിന്റെ ഉച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിറാ ഗുഹയിൽ പോയി ഏകാന്തനായിരിക്കുക പതിവായിരുന്നു. എല്ലാ ദുഷ്പ്രവർത്തനത്തിൽ നിന്നും ചെറുപ്പം മുതലേ അദ്ദേഹം മുക്തനായിരുന്നു. അതിനാൽ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തന്റെ ജനങ്ങളുടെ തിന്മ നിറഞ്ഞ ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. ബിംബാരാധന, വ്യഭിചാരം, മദ്യപാനം, പെൺകുട്ടികളെ കുഴിച്ചുമൂടൽ, ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം തുടങ്ങി നിരവധി ദുഷ്കൃത്യങ്ങളിൽ മുഴുകിയ അവസ്ഥ അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക മനസ്സിനെ വേദനിപ്പിച്ചു. ഹിറാ ഗുഹയിൽ ദിവസങ്ങളോളം ധ്യാനനിരതനായിരിക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. അന്ന് യാതൊരു സൗകര്യമോ ആൾതാമസമോ ഇല്ലാത്ത ഈ പർവ്വതത്തിന്റെ മുകളിൽ അദ്ദേഹം രാത്രിയിൽ പോലും കഴിച്ചുകൂട്ടുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ലോകസൃഷ്ടാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ആകാശലോകത്ത് നിന്ന് ഈ പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്ന ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്ക് അദ്ദേഹത്തോട് കൽപ്പിച്ചു, വായിക്കുക. ഭയന്ന് വിറച്ച പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മലക്ക് അദ്ദേഹത്തെ ശക്തമായി അണച്ചുകൂട്ടി വീണ്ടും കൽപ്പിച്ചു, വായിക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മൂന്നാമതും ഇത് തന്നെ ആവർത്തിച്ചു. പിന്നീട് മലക്ക് ദൈവീക വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു. അധ്യായം 96 അലഖ് 1 മുതൽ 5 വരെ സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം الذي علم بالقلم علم الإنسان ما لم يعلم. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ അള്ളിപ്പിടിക്കുന്ന ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനത്രേ,
പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചു. ഇത്രയും കേൾപ്പിച്ച ശേഷം ജിബ്രീൽ അപ്രത്യക്ഷനായി. ക്രിസ്താബ്ദം 610 മുതൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും കർത്താവും ഈശ്വരനും അള്ളാഹുവുമായ ഒരേ ഒരു ദൈവത്തിൽ നിന്ന് അവതരിച്ച ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ അവതരണത്തിന്റെ തുടക്കമാണത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ചരിത്രപ്രധാനമായ സംഭവം നടന്ന ഹിറാഗുഹയാണിത്. ജബലുന്നൂർ, പ്രകാശപർവ്വതം എന്ന പേരിലാണ് പിന്നീട് ഹിറാമല പ്രസിദ്ധമായത്. ഹിറാഗുഹയിൽ നിന്ന് ദിവ്യബോധനം കിട്ടിയത് മുതൽ 23 വർഷത്തെ ജീവിതത്തിൽ പലപ്പോഴായി കിട്ടിയ ദൈവീക വചനങ്ങളുടെ സമാഹാരമാണ് പരിശുദ്ധ ഖുർആൻ. 13 വർഷത്തെ മക്കാ ജീവിതം കടുത്ത അനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു പ്രവാചകൻ. ബിംബങ്ങളെ കൈവെടിഞ്ഞ് ഏകദൈവത്തെ ആരാധിക്കാൻ കൽപ്പിച്ചതിനാൽ പ്രവാചകനും അനുചരന്മാരും എണ്ണിയാലൊടുങ്ങാത്ത മർദ്ദനങ്ങൾക്കിരയായി. മക്കയിൽ ജീവിതം അസാധ്യമായി. ശത്രുക്കളുടെ എതിർപ്പും മുസ്ലിങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മദീനയിലേക്ക് പലായനം ചെയ്യാൻ പ്രവാചകൻ തന്റെ അനുയായികളോട് കൽപ്പിച്ചു.